ഹായ് ഓൾ, കോമ്പറ്റേറ്റീവ് എക്സാം ഗൈഡിന്റെ പുതിയ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് SCERTയിലെ മുൻകാല ചോദ്യോത്തരങ്ങളാണ്. സ്ഥിരമായി PSCകളിൽ കണ്ടുവരുന്ന ചോദ്യങ്ങളാണ്. എല്ലാവരും ഈ ക്ലാസ് കണ്ടും കേട്ടും എഴുതിയും തന്നെ പഠിക്കാൻ ശ്രമിക്കണേ. SCERTയിലെ മുൻകാല ചോദ്യോത്തരങ്ങൾ നോക്കാം. ഇന്ത്യയിൽ എത്തിയ ആദ്യ യൂറോപ്യർ പോർച്ചുഗീസുകാർ. കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്നത് കുരുമുളക്. വാസ്കോഡ ഗാമ കോഴിക്കോട് അടുത്ത് കാപ്പാട് കപ്പൽ ഇറങ്ങിയ വർഷം 1498 മെയ് 20. പറങ്കികൾ എന്നറിയപ്പെടുന്നത് പോർച്ചുഗീസുകാർ. സാമൂതിരിയുടെ നാവിക പടയുടെ തലവൻ ആരാ? കുഞ്ഞാലി മരയ്ക്കാന്മാർ. ലന്തക്കാർ എന്നറിയപ്പെടുന്നത് ഡച്ചുകാർ. പറങ്കികൾ എന്നറിയപ്പെടുന്നത് പോർച്ചുഗീസുകാർ. ലന്തക്കാർ എന്നറിയപ്പെടുന്നത് ഡച്ചുകാർ. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ കേന്ദ്രം ഏതാ? സൂററ്റ്. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ച വർഷം 1664. ടിപ്പു സുൽത്താൻ മരണം ഭരിച്ച യുദ്ധം ഏതാ? നാലാം മൈസൂർ യുദ്ധം. ദത്തവകാശ നിരോധന നയം നടപ്പിലാക്കിയത് ഡൽഹൌസി. സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത് വെല്ലസ്ലി. മാറിപ്പോവരുത്. ഇന്ത്യയിൽ റെയിൽവേ തുടക്കം കുറിച്ചത് 1853 ഏപ്രിൽ 16 ബോംബെ നിന്ന് താനെ വരെ. കേരളത്തിൽ റെയിൽവേ തുടക്കം കുറിച്ചതോ 1861 മാർച്ച് 12 തിരൂരിൽ നിന്നും ബേപ്പൂരിലേക്ക്. മലബാറിൽ നടന്ന കർഷക കലാപമാണ് മാപ്പിള കലാപം അല്ലെങ്കിൽ മലബാർ കലാപം എന്നറിയപ്പെടുന്നു. ബംഗാളിൽ നടന്ന മാപ്പിള കർഷക കലാപമാണ് ഫറാസി കലാപം. സാന്താൾ കലാപത്തിന്റെ നേതാക്കൾ ആരൊക്കെയാ? സാന്താൾ കലാപത്തിന്റെ സിദ്ധുവും കാൻഹുവും. കുറെ PSC എക്സാമിന് ചോദിച്ച ചോദ്യമാണിത്. പഴശ്ശി കലാപം അടിച്ചമർത്തിയ മലബാർ സബ് കളക്ടർ TH ബേബർ. കൈത്തേരി അമ്പു. എടച്ചേനക്കുങ്കൻ. അത്തൻ കുരുക്കൾ. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷി ആരാ? മംഗൾ പാണ്ഡെ. റിപ്പീറ്റഡ് ചോദ്യമാണ്. മംഗൾ പാണ്ഡെ. വേൽത്തമ്പി ദളവ കുണ്ടറ വിളംബരം നടന്ന വർഷം 1809 ജനുവരി 11. ശിപായി ലഹള ആരംഭിച്ച സ്ഥലം മീററ്റ്, ഉത്തർപ്രദേശ്. കലാപകാരികൾ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചത് ആരെ? ബഹദൂർ ഷാ 2. കാൺപൂരിൽ ലഹളയ്ക്ക് നേതൃത്വം നൽകിയത് നാനാ സാഹിബ് താന്തിയ തോപ്പി. ഫൈസാബാദ് ലഹളയ്ക്ക് നേതൃത്വം നൽകിയത് മൗലവി അഹമ്മദുള്ള. ലക്നൗ അവധ് ലഹളയ്ക്ക് നേതൃത്വം നൽകിയത് ബീഗം ഹസ്രത്ത് മഹൽ. ആര ജഗദീഷ്പൂർ ലഹളയ്ക്ക് നേതൃത്വം നൽകിയത് കൺവർ സിംഗ്. ബഹദൂർ ഷാ 2 നാട് കടത്തിയത് എങ്ങോട്ടാ? ബർമയിലെ റങ്കൂണിലേക്ക്. സതി നിരോധിച്ച ബ്രിട്ടീഷ് ഗവർണർ ജനറൽ വില്യം ബെനഡിക്ട് പ്രഭു. സതി നിരോധനത്തിന് ബെനഡിക്ട് പ്രഭുവിനെ പ്രേരിപ്പിച്ച ഇന്ത്യൻ നവോത്ഥാന നായകൻ രാജാറാം മോഹൻ റോയ്. ബ്രഹ്മസമാജം രൂപീകരിച്ചത് രാജാറാം മോഹൻ റോയ്. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് രാജാറാം മോഹൻ റോയ്. വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്തത് സ്വാമി ദയാനന്ദ സരസ്വതി. ജാതി വ്യവസ്ഥയെയും വിഗ്രഹാരാധനയെയും എതിർക്കാൻ ആര്യസമാജം എന്ന സംഘടന രൂപീകരിച്ചത് സ്വാമി ദയാനന്ദ സരസ്വതി. സത്യശോധ സമാജ് രൂപീകരിച്ചത് ജ്യോതിറാവ് ഫൂലെ. സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യ മഹിളാ സഭ, ശാരദ സദൻ എന്നിവ സ്ഥാപിച്ചത് പണ്ഡിത രമാബായി. മുസ്ലിങ്ങൾക്ക് ഇടയിൽ ആധുനിക വിദ്യാഭ്യാസത്തിന് പ്രചാരം നൽകിയ സർ സയ്യദ് അഹമ്മദ് ഖാൻ. രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് വിവേകാനന്ദൻ. അദ്ദേഹത്തിന്റെ ഗുരുവാണ് ശ്രീരാമ പരമഹംസർ. മഹത്തായ 2 വ്യവസ്ഥകളായ ഹൈന്ദവതയുടെയും ഇസ്ലാമികതയുടെയും കൂടിച്ചേരലാണ് നമ്മുടെ മാതൃരാജ്യത്തിന്റെ ഏക പ്രതീക്ഷ. ആരുടെ വാക്കാണ്? വിവേകാനന്ദൻ. INCയുടെ ആദ്യ അധ്യക്ഷൻ WC ബാനർജി. INCയുടെ ആദ്യ യോഗത്തിൽ പങ്കെടുത്തവരുടെ എണ്ണം 72. INC രൂപീകരണത്തിന് മുൻകൈയെടുത്ത ബ്രിട്ടീഷുകാരൻ ആരാണ്? AO ഹ്യൂം. മിതവാദ ദേശീയതയുടെ കാലഘട്ടം 1885 to 1905. ചോർച്ച സിദ്ധാന്തം അവതരിപ്പിച്ചത് ദാദാഭായ് നവറോജി. 1904 ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആഭ്യന്തര സെക്രട്ടറി റസ്ലെ. ബംഗാൾ വിഭജനം നടത്തിയത് കേഴ്സൺ പ്രഭു 1905. ഇന്ത്യയിൽ തീവ്ര ദേശീയതയുടെ കാലഘട്ടം തുടങ്ങുന്നത് 1905 ബംഗാൾ വിഭജനത്തെ തുടർന്ന്. തീവ്ര ദേശീയതയുടെ ലാൽ പാൽ ബാൽ കൂട്ടുകെട്ട് ആരൊക്കെ തമ്മിലാണ്? ലാലാ ലജപത് റായ്, വിപിൻ ചന്ദ്രപാൽ, ബാലഗംഗാധര തിലക്. സർവേന്ത്യ മുസ്ലിം ലീഗ് സ്ഥാപിച്ച വർഷം 1906 ധാക്കയിലാണ്. INCയിൽ മിതവാദികൾ തീവ്രവാദികൾ തമ്മിൽ പിളർപ്പുണ്ടായ വർഷം 1907 സൂറത്ത് സമ്മേളനം. ഇന്ത്യൻ ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ ആരാണ്? ബാലഗംഗാധര തിലക്. ആനി ബസന്റ്. മിതവാദികൾ തീവ്രവാദികൾ യോജിക്കാൻ തീരുമാനിച്ച സമ്മേളനം 1916 ലക്നൗ സമ്മേളനം. ആനി ബസന്റ് ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ച വർഷം 1916. ഓർമ്മക്കുറിപ്പ് എന്ന കൃതി എഴുതിയത് വൈക്കം മുഹമ്മദ് ബഷീർ.
ഗാന്ധിയൻ കാലഘട്ടം 1919 to 1947. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിൽ തിരിച്ചെത്തിയ ദിവസം 1915 ജനുവരി 9. ഗാന്ധിജി നേതൃത്വപരമായി പങ്കുവഹിച്ച ആദ്യ സമരം ഏതാണ്? ചമ്പാരൻ സമരം 1917 ബീഹാർ. ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ നിരാഹാര സത്യാഗ്രഹം 1918 അഹമ്മദാബാദ് തുണിമിൽ സമരം. ഗാന്ധിജി ഗുജറാത്തിലെ ഖേദയിൽ നികുതി നിഷേധ സമരത്തിന് നേതൃത്വം നൽകിയ വർഷം 1918. ഏതൊരു ഇന്ത്യക്കാരനെയും വാറന്റില്ലാതെ അറസ്റ്റ് ചെയ്യാനും രഹസ്യ വിചാരണ നടത്താനും വിചാരണ കൂടാതെ ജയിലിൽ അടയ്ക്കാനും ബ്രിട്ടീഷുകാർക്ക് അധികാരം നൽകുന്ന നിയമം റൗലറ്റ് നിയമം. ഗാന്ധിജിയുടെ ആഹ്വാനപ്രകാരം റൗലറ്റ് നിയമത്തിനെതിരെ കരിദിനമായി ആചരിച്ച ദിനം 1919 ഏപ്രിൽ 6. ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല നടന്ന ദിവസം 1919 ഏപ്രിൽ 13. ജാലിയൻവാലാബാഗ് ജനങ്ങൾ കൂട്ടം കൂടിയത് ആരുടെ അറസ്റ്റിനെതിരെ പ്രതിഷേധിക്കാൻ ആയിരുന്നു? ഡോക്ടർ സത്യപാൽ, ഡോക്ടർ സൈഫുദ്ദീൻ കിച്ചലു. ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് ഗാന്ധിജി ബ്രിട്ടീഷുകാർക്ക് തിരികെ നൽകിയ പദവി കൈസർ എ ഹിന്ദ്. ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല പ്രതിഷേധിച്ച് സർ പദവി ഉപേക്ഷിച്ചത് രവീന്ദ്രനാഥ് ടാഗോർ. ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയിൽ പങ്കുവഹിച്ച മൈക്കൽ ഒ ഡയറിനെ ഇംഗ്ലണ്ടിൽ ചെന്ന് വധിച്ച ധീര ദേശാഭിമാനി ഉദ്ധം സിംഗിനെ വധശിക്ഷയ്ക്ക് വിധേയനാക്കിയ ദിവസം ഏതാണ്? 1940 ജൂലൈ 31. ഒന്നാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടന്റെ എതിർപക്ഷത്തായിരുന്ന തുർക്കി സാമ്രാജ്യത്തിനെതിരെ ബ്രിട്ടീഷുകാർ കൈക്കൊണ്ട നടപടികൾ പ്രതിഷേധിക്കാൻ രൂപം കൊണ്ട ഒരു പ്രസ്ഥാനമുണ്ട്. അതാണ് ഖിലാഫത്ത് പ്രസ്ഥാനം. ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് ഇന്ത്യയിലെ പ്രധാന നേതാക്കൾ അലി സഹോദരന്മാർ, മൗലാന ഷൗക്കത്ത് അലി, മൗലാന മുഹമ്മദ് അലി. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യ ബഹുജന സമരം നിസ്സഹകരണ സമരം 1920. കേരളത്തിലെ ബ്രിട്ടീഷ് വിരുദ്ധ കലാപങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായത് 1921 മലബാർ കലാപം. പൂക്കോട്ടൂർ ഖിലാഫത്ത് കമ്മിറ്റി സെക്രട്ടറി വടക്കേ വീട്ടിൽ മുഹമ്മദ്. വാഗൺ കൂട്ടക്കൊല അല്ലെങ്കിൽ വാഗൺ ട്രാജഡി നടന്നത് 1921 നവംബർ 10. വാഗൺ ട്രാജഡിയിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ എണ്ണം 72. വാഗൺ ട്രാജഡി ഏത് കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മലബാർ ലഹള. ചൗരി ചൗര സംഭവത്തിൽ കൊല്ലപ്പെട്ട പോലീസുകാരുടെ എണ്ണം 22. ഗാന്ധിജി നിർത്തിവെക്കാൻ ഇടയായ സംഭവം 1922 ഫെബ്രുവരി 4 ചൗരി ചൗര സംഭവം, ഉത്തർപ്രദേശ്. വൈക്കം സത്യാഗ്രഹം ആരംഭിച്ച വർഷം 1924. സവർണജാഥയ്ക്ക് നേതൃത്വം നൽകിയത് മന്നത്ത് പത്മനാഭൻ. പൊതു ഇടങ്ങളിലെ അയിത്താചരണത്തിനെതിരെ ഇന്ത്യയിലെ തന്നെ ശ്രദ്ധേയമായ സമരമാണ് വൈക്കം സത്യാഗ്രഹം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നിയമലംഘന പ്രസ്ഥാനം തുടങ്ങാൻ തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനം 1929 ലാഹോർ സമ്മേളനം. ഉപ്പ് സത്യാഗ്രഹത്തിൽ ഗാന്ധിജിയെ അനുഗമിച്ച അനുയായികളുടെ എണ്ണം 78. ഗാന്ധിജി ദണ്ഡി കടപ്പുറത്തെത്തിയത് 1930 ഏപ്രിൽ 5. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ പ്രധാന കേന്ദ്രങ്ങൾ പയ്യന്നൂർ, കോഴിക്കോട്. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് കെ കേളപ്പൻ. കേരള സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്നത് മുഹമ്മദ് അബ്ദുറഹ്മാൻ. നാഗന്മാരുടെ റാണി എന്ന നെഹ്റു വിശേഷിപ്പിച്ചത് ആരെയാണ്? റാണി ഗൈഡിലിയു. ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം 1931. 3 വട്ടമേശ സമ്മേളനങ്ങളിലും അധസ്ഥിതരെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തതാരാണ്? അംബേദ്കർ. 3 വട്ടമേശ സമ്മേളനങ്ങൾ നടന്നത് ലണ്ടനിലെ ജെയിംസ് പാലസിൽ. വർഷം 1930, 1931, 1932. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക, നാം ഇന്ത്യയെ സ്വതന്ത്രയാക്കും അല്ലെങ്കിൽ ആ പരിശ്രമത്തിൽ മരിക്കും. ഗാന്ധിജിയുടെ ഈ വാക്കുകൾ ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്വിറ്റ് ഇന്ത്യ സമരം 1942. ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്ന് അരുണ അസഫ് അലിയെ വിശേഷിപ്പിച്ചത് ഗാന്ധിജി. ക്വിറ്റ് ഇന്ത്യ ദിനം ആഗസ്റ്റ് 9. കേരളത്തിൽ ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ ഭാഗമായി ഹർത്താൽ ആചരിച്ച ദിവസം 1942 ആഗസ്റ്റ് 9. നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം. ആരുടെ വാക്കുകൾ? സുഭാഷ് ചന്ദ്രബോസ്. ഇന്ത്യൻ നാഷണൽ ആർമി എന്ന ആശയം ആരുടേതാണ്? ക്യാപ്റ്റൻ മോഹൻ സിംഗ്. ഇന്ത്യൻ നാഷണൽ ആർമി സ്ഥാപിച്ചത് റാഷ് ബിഹാരി ബോസ്. റാഷ് ബിഹാരി ബോസിൽ നിന്ന് INA-യുടെ നേതൃത്വം ഏറ്റെടുത്തതാരാ? സുഭാഷ് ചന്ദ്രബോസ്. സുഭാഷ് ചന്ദ്രബോസിനെ നേതാജി എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജി. ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം ആരുടെ സംഭാവനയാണ്? നേതാജി. INA-യുടെ വനിതാ വിഭാഗം നേതാവായിരുന്നു
എന്ന മലയാളിയാണ് ക്യാപ്റ്റൻ ലക്ഷ്മി. ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്നത് സരോജിനി നായിഡു. മഹാത്മ എന്നറിയപ്പെടുന്നത് ഗാന്ധിജി. മഹാത്മ എന്നറിയപ്പെടുന്ന കേരളത്തിലെ നേതാവാണ് അയ്യങ്കാളി. 1947 ആഗസ്റ്റ് 15 ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായി ചുമതല ഏറ്റെടുത്തത് ജവഹർലാൽ നെഹ്റു. ഈ ക്ലാസ് എല്ലാവർക്കും നന്നായി മനസ്സിലായെന്ന് കരുതുന്നു. നമ്മുടെ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. കൂടാതെ നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ രേഖപ്പെടുത്താനും മറക്കല്ലേ. പുതിയൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.